അവിടെ ഒരു തെങ്ങും തൈ നട്ടുകൊണ്ടാണ് ഞാൻ യാത്ര തുടങ്ങിയത്. ആ തെങ്ങും തൈ എൻ്റെ യാത്ര കഴിഞ്ഞ് കഴിയുമ്പോഴത്തെ എന്താകുമെന്ന് അന്വേഷിക്കണം. ആരാ ഇപ്പം നോക്കുന്നത്? ഇത് നല്ലതാണോ, നിങ്ങൾ ഇതിന് മദ്യത്തിനെ പ്രോത്സാഹിപ്പിക്കാനാണോ ഇരിക്കുന്നത്? ഒരിക്കലും കഴിക്കരുത്, ആരും കഴിക്കരുത്. പക്ഷെ ഞങ്ങളിത് കഴിച്ചു. തൂണിൽ ഒരു പോയിന്റിൽ ഒരു കോയിൻ ഇട്ട് കഴിഞ്ഞാൽ ആ കോയിൻ ചെന്ന് വീഴുന്നത് ഡെയിലി എക്സ്പെൻസിനുള്ളതും, ഇപ്പുറത്തെ ഒരു കോയിൻ ഇട്ട് കഴിഞ്ഞാൽ ഗോൾഡ് കോയിനൊക്കെ അതിട്ട് കഴിഞ്ഞാൽ ചെന്ന് വീഴുന്നത്. മുൻഷി എന്ന് പറയുന്ന പരിപാടി ആർക്കും തന്നെ അറിയാണ്ടുണ്ടാവില്ല. എത്ര വർഷങ്ങളായല്ലേ മുൻഷി ഏഷ്യാനെറ്റിൽ കാണിക്കാൻ തുടങ്ങിയിട്ട്. ഇതിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ ബാർബറായിട്ട് അഭിനയിച്ചിരുന്ന രഞ്ജിത്ത്, മുൻഷി രഞ്ജിത്ത് എന്നാണ് അറിയപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം ഒമാനിലൊരു ആവശ്യത്തിന് വന്നപ്പോൾ നമുക്ക് കട്ടൻ ടോക്സിൽ കുറച്ച് സമയം സംസാരിക്കാനായിട്ട് കിട്ടി. കൂടുതൽ സംസാരിച്ചത് മുൻഷി രഞ്ജിത്തിൻ്റെ ഇപ്പോഴത്തെ പുതിയ ഒരു യൂട്യൂബ് ചാനൽ കേരള കോളിംഗ് എന്ന് പറയുന്നൊരു പ്രോഗ്രാമാണ്. കേരളത്തിൽ ഉടനീളം യാത്ര ചെയ്ത് ക്യാമറ കണ്ണുകളിലൂടെ പല കാഴ്ചകളും വിശേഷങ്ങളും വ്യക്തികളെയും ഒക്കെ നമുക്ക് പരിചയപ്പെടുത്തുന്ന ഒരു പരിപാടിയാണ് ഈ കേരള കോളിംഗ്. അപ്പോൾ അദ്ദേഹം ഈ ഒരു പരിപാടി സ്റ്റാർട്ട് ചെയ്യുന്നത് കേരള തമിഴ്നാട് ബോർഡറിൽ ഒരു മരം വെച്ചുകൊണ്ടാണ്. അത് മുൻഷി രഞ്ജിത്തിൻ്റെ വാക്കുകളിൽ കൂടെ തന്നെ നമുക്ക് അദ്ദേഹത്തിൻ്റെ ആ കേരള കോളിംഗ് യാത്രയെക്കുറിച്ച് കേൾക്കാം. ഇതിൽ ഒരുപാട് വിശേഷങ്ങൾ പറയുന്നുണ്ട്. ഒരു ചരിത്ര മാളികയെ പറ്റി പറയുന്നുണ്ട്. അതിൽ പൈസ സേവ് ചെയ്യാനായിട്ടുള്ള ഒരു ടെക്നിക്ക്, അത് ഭയങ്കര ഫാസിനേറ്റിംഗ് ആയിട്ട് തോന്നി അന്നത്തെ കാലഘട്ടത്തിലുള്ള ഒരു കാര്യം. അതുപോലെ ഒരു മീൻ വിൽക്കുന്ന കുറച്ച് സ്ത്രീകളുടെ കാര്യം പറഞ്ഞു. അങ്ങനെ കേരള കോളിംഗിൽ ഉള്ള ചില വിശേഷങ്ങളാണ്. അപ്പോൾ ഈ കേരള കോളിംഗിനെ കുറിച്ച് കൂടുതൽ വീഡിയോസൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ മുൻഷി രഞ്ജിത്തിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ 10 വർഷത്തെ ഒരു യാത്രയാണ് അദ്ദേഹം പ്ലാൻ ചെയ്യുന്നത്. മുൻഷി രഞ്ജിത്ത് നമുക്കറിയാം, ഇപ്പം നിരവധി സിനിമകളിൽ 19-ാം നൂറ്റാണ്ടെന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നിരവധി സീരിയൽസ്, മുൻപ് ഏഷ്യാനെറ്റിൽ മലനാടും മറുനാടും എന്ന് പറയുന്നൊരു പരിപാടി ചെയ്തിട്ടുണ്ടായിരുന്നു. മാത്രമല്ല കൈരളിയിൽ താരോത്സവം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിൽ ഒരു 1 മാൻ ഷോ പോലെ ചെയ്തപ്പം മഹാനടനായ മമ്മൂട്ടി അദ്ദേഹത്തെ അഭിനന്ദിച്ചിട്ടുണ്ട് ഈ ഒരു ചെയ്ത ആ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട്. ഇപ്പോൾ കറൻ്റ്ലി അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ദ്രൻസിൻ്റെ പോലെയുള്ള മഹാനായ മറ്റൊരു നടനൊപ്പം സ്ക്രീൻ ഷെയർ ചെയ്യുന്നു. അതുപോലെ ജാഫർ ഇടുക്കി, അങ്ങനെയുള്ള സിനിമകളിലാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മൾ കട്ടൻ ടോക്സിൽ കിട്ടിയപ്പോൾ കൂടുതലായിട്ട് സംസാരിച്ചത് കേരള കോളിംഗ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു പുതിയ ഈ ഒരു യാത്രയെ പറ്റിയിട്ടാണ്. അപ്പോൾ ഈ യാത്രയുടെ ഒപ്പം തന്നെ ഇപ്പോൾ ഒരു കേരള കോളിംഗ് എന്ന് പറഞ്ഞിട്ട് ആ ചാനൽ തുടങ്ങാനുള്ളൊരു എന്തായിരുന്നു അതിൻ്റെ ബാക്കിലുള്ള അത്യാവശ്യം വീട്ടിൽ വെറുതെ ഇരിക്കുക, എന്തെങ്കിലും ചെയ്യണം എന്നുള്ളതാണ് പ്രധാനം. ഒരുപാട് സമയം വേസ്റ്റാണ്. നമ്മൾ ടി വിയിൽ അഭിനയിക്കുമ്പോഴായാലും നമുക്കൊരു സീരിയൽ ചെയ്യുമ്പോൾ ഒരു 8-10 ദിവസം ഒരു മാസം ബാക്കി ജോലിയുള്ളൂ, ബാക്കി 20 ദിവസം ഫ്രീ ആണ്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ സിനിമയാണെങ്കിൽ പോലും ഒരു മാസത്തിലൊരു സിനിമ കിട്ടുമെങ്കിൽ പോലും എനിക്ക് 4-5 ദിവസം അല്ലെങ്കിൽ 6 ദിവസമൊക്കെ എനിക്ക് ഷൂട്ടിംഗ് ഉണ്ടാകാറുള്ളൂ. അപ്പോൾ കൂടുതൽ സമയം നമുക്ക് ഫ്രീ ആണ്, വെറുതെ ഇരിക്കുകയാണ്, ഒന്നും ചെയ്യാനില്ലാതിരിക്കുകയാണ്. അപ്പം എന്ത് ചെയ്യാൻ പറ്റും? കുറേ കാലമായിട്ട് ആലോചിച്ചപ്പോഴാണ് ഒരു യാത്ര, എനിക്ക് പൊതുവെ യാത്രകൾ തരുന്ന ഒരു സുഖം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു നമുക്ക് തരുന്ന നമ്മുടെ ഭാവനയെ ഉണർത്തുന്നതും ഒക്കെ ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഒരുപാട് കാഴ്ചകളും കാഴ്ചപ്പാടുകളും നമുക്ക് കാണാൻ പറ്റും യാത്രയിലൂടെ. അപ്പോൾ ഞാൻ വിചാരിച്ചു കേരളത്തിൻ്റെ തെക്കേറ്റമായ കളീക്കവിള മുതൽ കാസർഗോഡ് വരെ ഒരു ട്രാവൽ. ആ ട്രാവലിൽ ഞാൻ കാണുന്ന കാഴ്ചകൾ എൻ്റെ കണ്ണിലൂടെ, എൻ്റെ ക്യാമറ കണ്ണിലൂടെ ഞാൻ കാണുന്നത് മറ്റൊരാൾക്ക് കണ്ടാൽ കൗതുകം ഉണ്ടാകുമെന്ന് തോന്നുന്ന കാഴ്ചകൾ. അത് വ്യക്തികളാകാം, വിശേഷങ്ങളാകാം, സംഭവങ്ങളാകാം, സങ്കടങ്ങളാകാം, സന്തോഷങ്ങളാകാം, ആഘോഷങ്ങൾ, ആചാരങ്ങൾ, എന്തോ ആകാം. അപ്പോൾ അത് കാണിക്കുക എന്നുള്ളത്. അപ്പോൾ കളിക്കവിളയിൽ നമ്മുടെ ബോർഡറുണ്ട് തമിഴ്നാടിൻ്റെ, ഇതുപോലൊരു സ്തൂപമുണ്ട്. അപ്പോൾ ബാക്കിലൊരു സ്റ്റെപ്പ് വെച്ചാൽ തമിഴ്നാട്, ഫ്രണ്ടിലൊരു സ്റ്റെപ്പ് വെച്ചാൽ കേരളവും ആകുന്ന ആ പോയിന്റിൽ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനോട് ചേർന്നിട്ടൊരു സ്കൂളുണ്ട്, അത് തമിഴ് സ്കൂളാണ്. മലയാളവും ഉണ്ട് തമിഴും ഉണ്ട്. 2 ബോർഡ് എക്സാം ഉണ്ട് അവിടെ. മലയാളം SLC ഉണ്ട്, തമിഴ് SLC ഉണ്ട്, ബോർഡർ ലൈൻ. ആ സ്കൂളിന്റെ കോമ്പൗണ്ടിൽ ഞാൻ കുട്ടികൾ മതിയല്ലോ, തമിഴ് ഇഷ്ടപ്പെടുന്നവർക്ക് മലയാളി. അപ്പൊ 2 സംസ്ഥാനത്തിലെയും കുട്ടികളാണ് അവിടെ പഠിക്കുന്നത്. അപ്പോൾ അവിടെ എന്തായിരുന്നു ഒരു കൾച്ചർ ഡിഫറൻസ് എന്തെങ്കിലും ഫീൽ ചെയ്തോ? കൾച്ചർ ഡിഫറൻസ്, അവർ കൂടുതലും തമിഴാണ് സംസാരിക്കുന്നത്, കൂടുതൽ പക്ഷേ മലയാളം സംസാരിക്കുന്നുണ്ട്. കൾച്ചർ ഡിഫറൻസ് അല്ല അവിടെ. പിന്നെ തമിഴിനൊരു ഡിവിഷൻ, മലയാളത്തിന് വേറൊരു ഡിവിഷൻ എന്നുള്ളതേ ഉള്ളൂ. എക്സാം എഴുതുമ്പോൾ ഒറ്റ പ്രത്യേകത, ഇവർ 2 ബോർഡ് എക്സാമിനും കുട്ടികളെയും കൊണ്ടുപോകണം. അപ്പോൾ അവിടെ ഒരു തെങ്ങും തൈ നട്ടുകൊണ്ടാണ് ഞാൻ യാത്ര തുടങ്ങിയത്. ആ തെങ്ങും തൈ എൻ്റെ യാത്ര കഴിഞ്ഞ് കഴിയുമ്പോഴത്തെ എന്താകുമെന്ന് അന്വേഷിക്കണം. ആരാ ഇപ്പം നോക്കുന്നത്? ആ സ്കൂൾ കോമ്പൗണ്ടിലാണ്, കുട്ടികൾ നോക്കും, അധ്യാപകർ ഉണ്ട്, അവരെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടാണ് നമ്മൾ ആ യാത്ര തുടങ്ങുന്നത്. അത് ശരി. അപ്പോൾ ഇതിനകത്ത് ഈ കേരള കോളിങ്ങിനകത്ത് മെയിനായിട്ട് കാണാൻ ശ്രമിക്കുന്നത് എന്താ? എന്ത് തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇത് ഷൂട്ട് ചെയ്യാം? എന്താണ് അതിനകത്ത് മെയിനായിട്ട് നോക്കുന്ന ഒരു
ഞാൻ കുറേ അന്വേഷിക്കും ആ പ്രദേശത്തിൻ്റെ പ്രത്യേകതകൾ, അവിടെ എന്തെങ്കിലും നല്ല ടൂറിസ്റ്റ് സ്പോട്ടുകളോ അല്ലെങ്കിൽ പ്രത്യേകതകളോ എന്തെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കും. അത് എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കും. അതുകൂടാതെ ഞാനിങ്ങനെ പോകുന്ന വഴിക്ക് ഒരു ചായക്കടയുടെ ഫ്രണ്ടിൽ 2 പ്രായമുള്ളവർ ഇരുന്ന് കഥ പറയുകയാണെങ്കിൽ വണ്ടി നിർത്തിയിട്ട് നിങ്ങൾ എന്താണ് സംസാരിക്കുന്നത് വൈകുന്നേരം എന്ന് പറഞ്ഞാൽ അവരുമായിട്ടൊന്ന് ഇൻറ്ററാക്ട് ചെയ്യും. അപ്പോൾ അവർ കുറച്ച് കാര്യങ്ങൾ പറയും. ഇപ്പോൾ ഒരു എപ്പിസോഡിനകത്തുണ്ട്. അപ്പോൾ അത് 2 പേരും സംസാരിക്കുമ്പോൾ അയാൾ പറഞ്ഞത് ഈ കുട്ടികൾ ട്യൂഷനൊക്കെ പോകുന്നു അവിടെ ആ പ്രദേശത്തുള്ള. അപ്പോൾ അതുണ്ട്, കുട്ടികൾ പോകുന്നു, ഞങ്ങൾ അവർ നോക്കാം, അവർ ഇത്ര മണിയാകുമ്പോൾ തിരിച്ചു വരും. അപ്പോൾ അവർ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആദ്യകാലത്ത് CCTV ക്യാമറകളാണ് ആ പരിസരത്തുള്ള. അവർക്കറിയാം ഇന്ന കുട്ടികൾ അവിടെ ഏത് വീട്ടിലാണ്, എല്ലാവരും അറിയാം. അപ്പം നമ്മൾ ഈ നാഗരികതയുടെ ഒരു സംഭവം വന്നപ്പോഴത്തേനും ആര് ആണ്, എന്താണ്, എവിടെ താമസിക്കുന്നു കൃത്യമായിട്ട് അറിയാവുകയാണ് അവിടെ ചില ഇൻസിഡൻസ് ഉണ്ടാകുന്നതിൻ്റെ ചില കാര്യങ്ങൾ. അപ്പോൾ അവർ അതിനെക്കുറിച്ച് സംസാരിക്കുന്നു. പിന്നെ കാഷ്വലായിട്ട് ഒരു വൈകുന്നേരം ആകുമ്പോൾ ഞങ്ങൾക്ക് 2 എണ്ണം അടിക്കണം. ഇതൊക്കെയാണ് അവരുടെ ഒരു ചിന്തകളും കാര്യങ്ങളും. അപ്പോൾ ഞാൻ ഇത് നല്ലതാണോ, നിങ്ങൾ മദ്യത്തിനെ പ്രോത്സാഹിപ്പിക്കാനാണോ ഇരിക്കുന്നത്? ഒരിക്കലും കഴിക്കരുത്, ആരും കഴിക്കരുത്, പക്ഷേ ഞങ്ങളിത് കഴിച്ചു പോയി എന്നൊക്കെ പറഞ്ഞു. അത് പിന്നെ എന്താ ഊരമ്പെന്ന് പറയുന്ന സ്ഥലത്ത് ചെന്നപ്പോഴത്തേക്ക് ഒരു ഫിഷ് മാർക്കറ്റ്, ഫിഷും വെജിറ്റബിൾസും ഉണ്ട്. അപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ 1 മണി കഴിഞ്ഞു. ആ വെയിലത്ത് അവിടെ സ്ത്രീകൾ മാത്രമാണ് വെച്ചുകൊണ്ടിരിക്കുന്നത്. അത് എന്നൊക്കെ ചേച്ചിമാർ അല്ലെങ്കിൽ അമ്മമാർ എന്ന് പറയുന്ന സ്ത്രീകൾ മാത്രമാണ്. അത് അവരുടെ ഒരു മത്സ്യ കച്ചവടം നാട്ടിൽ ഇവിടെ പലരുണ്ട്. സ്ത്രീകളാണ് ഏരിയ ആണല്ലോ. അപ്പോൾ എനിക്ക് അതൊന്നും തോന്നി. എല്ലാവരും എന്തെടുക്കുകയാണ്, സുഖമാണോ എന്നൊക്കെ ചോദിച്ചാൽ അവരുമായിട്ട് കുറച്ച് നേരം ഒന്ന് ഇൻറ്ററാക്ട് ചെയ്ത് അപ്പോൾ അവരവരുടെ ചില വിഷമങ്ങളും കാര്യങ്ങളും അത് അവിടെ നിന്ന് കൊണ്ടുവരണം. ഞങ്ങളുടെ ഭർത്താക്കന്മാർ ശരിക്കും പറഞ്ഞാൽ ഒരു കുടുംബനാഥൻ എന്ന് പറയുന്നത് ആ ഒരു കൺസെപ്റ്റിലാണല്ലോ കേരളത്തിലെ സമൂഹങ്ങൾ, ഫാമിലീസ് എല്ലാം. അയാൾ ജോലി ചെയ്ത് കുടുംബം നോക്കിയാൽ സ്ത്രീക്ക് വീട്ടിലെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി ഒരു പരിധി വരെ ആ കാലത്ത്. ഇപ്പോൾ പിന്നെ അതിൻ്റെ ഒരു കൾച്ചർ മാറിയപ്പോഴാണ് 2 പേരും ജോലിക്കാരാവുന്നത്. ഇപ്പോൾ ഇവിടെ ഈ രാവിലെ വെളുപ്പിനെ തുടങ്ങിയിട്ട് ഇവർ ചിലപ്പോൾ 1 മണി 2 മണി വൈകുന്നേരം വരെയൊക്കെ ഈ ഒരു സ്റ്റൂളെന്ന് പറഞ്ഞാൽ ചെറിയൊരു പോർഷനിൽ തന്നെ ഇരിക്കുകയാണ് അവർ. പ്രാഥമിക കാര്യങ്ങൾക്ക് പോലും പുറത്ത് പോകത്തില്ല. ഭക്ഷണം കഴിക്കാൻ അവരുടെ ഒരു പൊതി കാണും, അതിനകത്ത് എന്തെങ്കിലും കഴിക്കുകയുള്ളൂ. അവിടെ നിന്ന് എഴുന്നേറ്റ് മീൻ തീരുമ്പോഴാണ് അവർക്ക് എഴുന്നേൽക്കുന്നുള്ളൂ. അപ്പോൾ ആ സമയം വെയിൽ കൊള്ളായിരിക്കും. ചിലപ്പോൾ ഒരു ഷീറ്റ് മേളിൽ പിടിച്ചായിരിക്കും, അല്ലെങ്കിൽ ഒരു കുട വെച്ചിരിക്കും, ചിലപ്പോൾ ഒന്നും കാണത്തില്ല. അങ്ങനെ ഇരിക്കുന്ന അവരുടെ ഒരു കഷ്ടപ്പാടിനെ കുറിച്ചും അവർ രാവിലെ വരുമ്പോൾ അവർക്കുണ്ടാകുന്ന എക്സ്പെൻസ് എല്ലാവരും ഓരോന്നോരോന്ന് അവരോട് വാങ്ങിക്കാൻ വരുന്നവരുടെ ഒരു ആറ്റിറ്റ്യൂഡ്. അപ്പോൾ ആർക്കും മീൻ വിൽക്കുന്ന സ്ത്രീകൾ നല്ലവരാണെന്നുള്ളവരല്ല, അവർ കാശ് കൂടുതൽ വാങ്ങിക്കാൻ നിൽക്കുന്നതാണ് നമ്മുടെ എല്ലാവരും ചിന്ത. അപ്പോൾ അതിനെക്കുറിച്ച് അവരുടെ ഭാഗത്ത് അവർ ചിലപ്പോൾ ചീത്തയായ മത്സ്യം നമ്മളെ അടിച്ചേൽപ്പിക്കാൻ അവരും ശ്രമിക്കുകയല്ല. എല്ലാവരിലും നല്ല ചീത്തയുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഇൻട്രാക്ട് ചെയ്ത് അതൊക്കെ എൻ്റെ ഇതിൽ കൂടുതൽ പേര് കണ്ടിട്ടുള്ള വീഡിയോസാണ്. അതല്ലേ, സത്യമാണ്. ഏതൊരു സ്ഥലത്ത് ഞാൻ വായിച്ചിട്ടുണ്ട്, അവിടെ ഇവിടെ ഇപ്പോൾ ജെൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ടൈപ്പ് കാസ്റ്റ് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറയുന്നുണ്ടല്ലോ. ഏതോ ഒരു ഐലൻഡിൽ അവിടെ രാവിലെ എഴുന്നേറ്റ് ഇതുപോലെ ജോലിക്ക് പോകുന്ന സ്ത്രീകളും ആണുങ്ങളാണ് അവിടെ വീട്ടിലുള്ള കാര്യങ്ങളെല്ലാം നോക്കുന്നത്. നേരെ ഓപ്പോസിറ്റാണ്. അവർക്ക് ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ മനസ്സിലാവുക പോലും ഇല്ല. ആ ഒരു ഐലൻഡിൽ സൗത്ത് ആഫ്രിക്കയിലെങ്ങാണ്ടാണ്. അപ്പോൾ ഈ ഒരു 4 months മുമ്പ് യാത്ര തുടങ്ങി ഇപ്പം വരെ എത്തി നിൽക്കുമ്പം എന്താണ് രഞ്ജിത്തിലുണ്ടായ ചേഞ്ച്? എനിക്ക് പറഞ്ഞാൽ നമ്മൾ എത്ര നേരമാണ് വൈഫിൻ്റെ മക്കളുടെ മുഖം കണ്ടുകൊണ്ടിരിക്കുന്നത്, മറ്റു പല മുഖങ്ങളും കാണണമല്ലോ. അവർക്കും ബോറടിക്കുമല്ലോ. അവർക്കും ബോറടിക്കും, നമുക്കും അതിനേക്കാൾ ബോറടിക്കും. അപ്പോൾ നമ്മൾക്ക് ഇന്ന് ഈ എല്ലാവരും വൈകുന്നേരം നമ്മൾ തമാശക്ക് പറയുകയാണ്, ഞാൻ തിരുവനന്തപുരത്തായിരുന്നു. അപ്പോൾ വൈകുന്നേരം സൺഡേസിലൊക്കെ ശംഖുമുഖം ബീച്ചിലൊക്കെ നല്ല തിരക്കാണ്. അപ്പോൾ അതിൻ്റെ പ്രധാന കാരണം എന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ അവിടെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണ് തിരുവനന്തപുരത്ത് കൂടുതലും ഉദ്യോഗത്തിന് വന്ന് അവിടെ താമസമായവരാണ്. അപ്പോൾ രാവിലെ മുതൽ ജോലി ചെയ്യുന്നു, വൈകുന്നേരം തിരിച്ചു വരുന്നു. ഇതൊരു റൊട്ടീൻ ലൈഫാണ്. അപ്പോൾ പിന്നെ വൈകുന്നേരം വന്നാലും ചിലപ്പോൾ എന്തെങ്കിലും അതിൻ്റെ ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പ്രത്യേകിച്ച് ഈ റൊമാൻറ്റിക് ആകാൻ പറ്റില്ല ഭർത്താക്കന്മാർക്ക് കൂടുതൽ. അപ്പോൾ ഈ ഭർത്താക്കന്മാർ റൊമാൻറ്റിക് ആവണമെങ്കിൽ ഭാര്യമാർ കണ്ടുപിടിച്ചൊരു തന്ത്രമാണത്രേ, ബീച്ചിൽ കൊണ്ടുപോയി തണുത്ത കാറ്റുമൊക്കെ അടിച്ച് മറ്റു ചിലരെയൊക്കെ കണ്ടു കഴിയുമ്പോൾ ഒന്ന് റൊമാൻറ്റിക് ആകുന്നു. അപ്പോൾ അതുപോലെ നമ്മളൊന്ന് തരളിതമാകാൻ വേണ്ടിയിട്ടും കൂടെ പുറത്തിറങ്ങുന്നു വേണേൽ പറയാം. പിന്നെ ആക്ച്വലി ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ആക്ടറുടെ ഒരു നല്ല ക്വാളിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ അടുത്ത് ഞാൻ പറയുന്നത് റീഡിംഗ് ആണ്. നമ്മൾ ഫിക്ഷൻസ് വായിക്കുമ്പോൾ നമ്മൾ പല കഥാപാത്രങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ പറ്റും. ഇപ്പോൾ ഒരു നോവൽ വായിച്ചാൽ അതിനകത്ത് 10 ക്യാരക്ടറുണ്ട്, 10 പേരുടെ ലൈഫിലൂടെ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലൂടെ പോകാം. നമ്മളൊരു കഥാപാത്രം അഭിനയിക്കുമ്പോൾ നമ്മൾ ആ കഥാപാത്രം മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ ആ റീഡിങ് നമ്മൾ ഒരുപാട് ഗുണം ചെയ്യും. റീഡിങ്ങിനേക്കാൾ 10 ഇരട്ടി ആണ് നമ്മൾ യാത്രകളിലൂടെ കാണുന്ന കഥാപാത്രങ്ങളും അവരുടെ ചേഷ്ടകളും. അത് നമ്മൾ ലൈവായിട്ട് കാണുകയാണ്, മറ്റേ നമ്മുടെ ഭാവനയിൽ നമ്മൾ ഉണ്ടാക്കുന്നതാണ്. ഇത് ഓരോരുത്തരും നമ്മൾ കാണും. ഞാൻ നേരത്തെ പറഞ്ഞ പ്രായമായ ചേട്ടൻ അവരുടെയൊക്കെ സംസാര രീതി കാര്യങ്ങളിലൊക്കെ നമ്മളറിയാതെ നമ്മളിലേക്ക് സ്റ്റോർ ചെയ്യപ്പെടും. ആ സ്റ്റോർ ചെയ്യുന്നതാണ് നമ്മളെപ്പോഴെങ്കിലും ഉപയോഗിക്കുക. അപ്പോൾ ഈ കാഴ്ചകൾ, പിന്നെ ചിലരുടെ വേദനകൾ, ലൈഫ് ഇങ്ങനെയുണ്ട് എന്ന് നമുക്കറിയാൻ കഴിയുന്നു.
നമ്മളെപ്പോഴും സമ്പന്നതയും അതിൻ്റെ മേലോട്ട് മാത്രം നോക്കിയല്ലല്ലോ, നമ്മൾ ഇതും കൂടെ താഴേക്ക് കൂടെ നോക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ചുറ്റിനും കൂടെ നോക്കുമ്പോഴാണ് ഒരുപാട് കാര്യങ്ങൾ നമ്മളുമായിട്ട് റിലേറ്റ് ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങൾ ഇവിടെ സംഭവിക്കുന്നുണ്ടെന്ന് അറിയുന്നത്. അപ്പം അതൊക്കെ പിന്നെ ഒരുപാട് അറിവുകൾ. അയ്യോ, ഞാൻ 500 വർഷം പഴക്കമുള്ള ഒരു ചരിത്രമാളിക എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു സ്ഥലമുണ്ട്. അവിടെ പോയിട്ട് നമ്മുടെ പണ്ട് തിരുവിതാംകൂർ രാജകുടുംബം അവർ പിന്നെ തിരുവിതാംകൂർ കൊട്ടാരം, നമ്മുടെ പത്മനാഭപുരം പാലസ് ഉണ്ടാക്കുന്നതിന് മുമ്പ് അവർ താമസിച്ചിരുന്ന ഒരു 16 കെട്ട് എന്ന് പറയുന്ന അത് അതേപടി റീക്രിയേറ്റ് ചെയ്തിട്ട് അന്ന് അവിടെ ഉപയോഗിച്ചിരുന്ന ഒരുപാട് അക്കാലത്ത് അവിടെ മാത്രമല്ല അക്കാലത്ത് ഉപയോഗിച്ചിരുന്ന കുറേ നമ്മുടെ വീട്ടുപകരണങ്ങൾ, കാർഷിക ഉപകരണങ്ങൾ അതൊക്കെ കണ്ടു. അന്നത്തെ ടെക്നോളജികൾ ഭയങ്കര അത്രയും ബുദ്ധിമാന്മാരായിട്ടുള്ള ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്ന നാടാണ് നമ്മുടേത്. ഇപ്പോഴത്തെ സയൻസ് ഡെവലപ്പ് ചെയ്യുന്നതിനേക്കാൾ മുമ്പേ ചെറിയ ചെറിയ തന്ത്രങ്ങളിലൂടെ ഇപ്പോൾ അവരുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ ഒരു തൂണുണ്ട്. ആ തൂണിൽ ഒരു പോയിന്റിൽ ഒരു കോയിൻ ഇട്ട് കഴിഞ്ഞാൽ ആ കോയിൻ ചെന്ന് വീഴുന്നത് ഡെയിലി എക്സ്പെൻസിനുള്ളതും, ഇപ്പുറത്തെ ഒരു കോയിൻ ഇട്ട് കഴിഞ്ഞാൽ ഗോൾഡ് കോയിനൊക്കെ അതിട്ട് കഴിഞ്ഞാൽ ചെന്ന് വീഴുന്നത് സ്റ്റോറി, അതായത് നമുക്ക് ഇപ്പോൾ ഉടനെ ആവശ്യമില്ല, അതവിടെ വയ്ക്കാം. അങ്ങനെയൊക്കെയുള്ള പദ്ധതികൾ അന്നുണ്ടായിരുന്നു. പിന്നെ പത്തായത്തിൽ നെല്ലിട്ട് കഴിഞ്ഞാൽ നെല്ല് നിറഞ്ഞെന്നറിയാനായിട്ട് ഒരു ആന നിൽപ്പുണ്ട്. ആന ഒരു പൊസിഷനിൽ നിന്ന് കഴിഞ്ഞാൽ അത് കാണുമ്പോൾ മനസ്സിലായി അതിനകത്ത് നിറച്ച് നെല്ലുണ്ട്. കുറവാണെങ്കിൽ അത് തിരിഞ്ഞിരിക്കും, അത് വെയിറ്റ് വീഴുന്നതനുസരിച്ച് അതിൻ്റെ പൊസിഷൻ മൂവ് ചെയ്യും. അങ്ങനെയൊക്കെയുള്ള ടെക്നോളജികൾ ഒരുപാട് തന്ത്രങ്ങൾ, കാണാത്ത ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെന്നുള്ളത് ഒരു മനസ്സിലാക്കാൻ ഒരു യാത്ര ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. ഈ യാത്രയ്ക്ക് വേറെ ഗുണമുണ്ട്. യാത്രയിൽ നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടുകൾ അറിയും. വീട്ടിലിരുന്ന് അമ്മേ ചായ, വൈഫിൻ്റെ അടുത്ത് വിളിച്ചിട്ട് രാവിലത്തെ ഭക്ഷണം എന്ന് പറഞ്ഞ് നമ്മൾ കസേരയിരിക്കുമ്പോൾ കിട്ടുന്ന സൗകര്യങ്ങളല്ലാതെ നമ്മൾ പലതും കണ്ടെത്തുന്ന ഒരു സാധനവും കൂടെ ഈ യാത്രകളിലുണ്ട്. പിന്നെ ചിലപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ ഒരു സപ്രപഞ്ച കട്ടിൽ ചിലപ്പോൾ ചിലയിടത്ത് കിട്ടിയില്ലെന്ന് വരും. അവിടെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ഒരു സ്വഭാവം നമ്മളിലേക്ക് വരും. അപ്പോൾ ഈ എത്ര സമ്പന്നരായാലും എത്ര വലിയവരായാലും ഈ യാത്രകൾ കൊണ്ട് ഒരുപാട് നമ്മൾ നവീകരിക്കപ്പെടും. സത്യമാണ്. കാരണം നാളെ എന്താണെന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഞങ്ങളൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഓഫീസിൽ പോകുന്നു, ഇന്ന് നടക്കണം. ഒരു യാത്രയാകുമ്പോൾ നമുക്ക് നാളെ അതിനൊപ്പിച്ച് നമ്മളങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയും വേണം. നാളെ എന്താണ് രാവിലെ അവിടെ ചെല്ലുമ്പോൾ അത് ചെയ്യണം, അതിലെ പഞ്ച് ചെയ്തിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യണം, അത് റൊട്ടീനല്ലേ. അതെ, ഇവിടെ ഒരു ദിവസം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം രഞ്ജിത്തിൻ്റെ അടുത്ത് ഇപ്പം മുൻഷി രഞ്ജിത്ത് ആയത് എങ്ങനെ എന്ന് ചോദിക്കാതെ ഒരിക്കലും അത് കംപ്ലീറ്റ് ആവില്ലല്ലോ. അതെങ്ങനെ എത്തിപ്പെട്ടെ? അഭിനയിക്കണമെന്ന മോഹവുമായി ഞാൻ ചെന്ന് എന്ന് പറയുന്ന ഒരു സിംഹത്തിന്റെ മടയിൽ